والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഞാൻ എൻ്റെ സംസാരത്തിന് എനിക്കൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ വീഡിയോ ഓഫാക്കുകയാണ്. ഞാൻ എൻ്റെ നെറ്റിൽ ചിലത് നോക്കേണ്ടതുണ്ട് എനിക്ക്. അപ്പൊ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഭവനങ്ങൾ, മലക്കുകളുടെ പ്രവേശനം സാധ്യമാവുന്ന, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊരു വീട്ടിലുണ്ടാകണമെങ്കിൽ വേറെയും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് മലക്കുകളും പിശാചുക്കളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനും സുന്നത്തും പറഞ്ഞ ചില വിഷയങ്ങൾ മാത്രം ഞാനിങ്ങനെ ഓർമ്മയാക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു അഖീദ, വിശ്വാസം എന്നതിനപ്പുറം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലക്കുകളിൽ നമ്മുടെ വിശ്വാസം. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ വിഷയങ്ങളാണ്. മലക്കുകളും പിശാചുക്കളും മനുഷ്യരുമായുള്ള ബന്ധത്തെപ്പറ്റി നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നതിന്റെ മുമ്പ് തന്നെ മലക്കുകളുമായുള്ള ബന്ധം ഖുർആൻ പറയുന്നുണ്ട്. കാരണം അള്ളാഹു മലക്കുകളോടാണ് ചോദിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അവര് രക്തം ചിന്തും, എന്തിനാണ് അവരെ, അതൊന്നുമില്ലാതെ ഞങ്ങൾ നിനക്ക് ഇബാദത്തുമായി കഴിച്ചു കൂട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന രൂപത്തിൽ പ്രതികരിച്ചപ്പോൾ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും. എന്നിട്ട് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അവിടെ വീണ്ടും മലക്കുകളുടെ ബന്ധം തുടരുന്നുണ്ട്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആദം അലൈഹിസ്സലാമിനെ അംഗീകരിച്ചുകൊണ്ടും ആ മഹത്വം അവര് പരിഗണിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത് മനുഷ്യപിതാവായ ആദം നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷം പിന്നെ ഈ ലോകത്ത് മനുഷ്യർ ഉണ്ടാകുന്നത്, ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഭാര്യ ഹവ്വ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത് ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ നിന്ന്. അവിടെയും മലക്കുകളെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ ഗർഭപാത്രത്തിലിരിക്കുന്ന ആ ഗർഭസ്ഥ ശിശു അവന് ഒരു 42 ദിവസമായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയും, അവന്റെ അമൽ എഴുതി വെക്കണം, അവന്റെ അജൽ എത്രയുണ്ട്, എത്ര കാലാണ് അവനോട് ജീവിക്കുക, അവന്റെ റിസ്ക്, അവന്റെ ഉപജീവന മാർഗം, അവൻ ശഖിയാണോ അതല്ല സഈദാണോ എന്ന് പറഞ്ഞാൽ അവൻ ഭാഗ്യം കെട്ടവനാണോ അതല്ല സ്വർഗം ലഭിക്കുന്നവനാണോ എന്നൊക്കെ. എന്നിട്ട് പിന്നെ അവനിൽ റൂഹ് ഊതും. അപ്പൊ ഇതും നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരുമായി വല്ലാത്തൊരു ബന്ധം പല രൂപത്തിൽ മലക്കുകൾക്കുണ്ട്. ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് തന്നെ മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണോ പറയുന്നത്. പിന്നെ ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യരുമായി ഒരുപാട് മലക്കുകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത്. ഒരു മനുഷ്യന്റെ കാര്യം ശ്രദ്ധിക്കുന്ന അതിലൊരു വിഭാഗം മലക്കുകളെ പറ്റി ഖുർആനിൽ പറയുന്നത് അവര് മുഅഖിബാത്ത് എന്നാണ് പറയുന്നത്. മുഅഖിബാത്ത് എന്ന് പറഞ്ഞ മനുഷ്യരെ
സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, മറ്റു വിഷ ജീവികളിൽ നിന്ന്. അള്ളാഹുവിൻ്റെ വിധി അതാ അപകടം അവന് പറ്റണം എന്നാണെങ്കിൽ മാത്രം അവർക്കതിൽ പ്രത്യേക റോളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവർ സംരക്ഷിക്കും. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് റാഅദിൽ 11-ാമത്തെ വചനം, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന് ഉണ്ട് അവന്റെ മുമ്പിലും അവന്റെ ബാക്കിലും ഒക്കെ അവനെ സംരക്ഷിക്കുന്ന മലക്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് മൊത്തത്തിൽ എല്ലാവരും, മൂമിനാണെങ്കിലും കാഫിറാണെങ്കിലും ഒക്കെ എല്ലാവരുടെയും വിഷയത്തിൽ അള്ളാഹു മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യർ ചെയ്യുന്ന എല്ലാം രേഖപ്പെടുത്താൻ അതിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മലക്കുകളെയാണ്. അപ്പൊ മലക്കുകളെ പറ്റി വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും പറഞ്ഞത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മനുഷ്യന് നന്നാവാൻ അത് തന്നെ മതിയാവില്ല. കാരണം നമ്മുടെ ഓരോ ചലനങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അതിന് അള്ളാഹു അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൂറത്ത് ഖാഫിൽ ആ വിഷയത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. മനുഷ്യന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും അവനെ ചെയ്യുന്നതൊക്കെ ഏറ്റുവാങ്ങുന്ന മലക്കുകൾ. മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായ മലക്കില്ലാതെ. അപ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നുണ്ടോ അതെല്ലാം മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന മലക്കുകളെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, വഇന്ന അലൈക്കും ലഹഫിലിൻ കിറാമൻ കാത്തിബീൻ. മാന്യന്മാരായ എഴുത്തുകാരാണ് അവർ. ഉള്ളതുപോലെ എഴുതുള്ളൂ. അതുപോലെ എഴുതേണ്ടത് എഴുതാതിരിക്കുകയുമില്ല. യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ അറിയുന്നുണ്ട്, മലക്കുകൾ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ ഇങ്ങനെ പറയുകയുണ്ടായി: വഇന്ന അലൈക്കും ലമലായികത്തൻ ഹഫള. നിങ്ങളെ മേൽ നിങ്ങളെ സംരക്ഷിക്കുന്ന മലക്കുകളെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു കിറാമാണ്. ഫലാ തുഖാബിലുഹും ബിൽ ഖബാഇ. അഭിമാന്യന്മാരായ മലക്കുകൾ എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളത് കൊണ്ട് നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതാണ് ഇവിടെ പറയുന്നത്. മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യരുത്. കാരണം ഫൈന്നഹും യക്തുബൂന അലൈക്കും ജമീഅ അമാലിക്കും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ മനുഷ്യരെയും ബന്ധിപ്പിച്ച് പറഞ്ഞത്. ഈ സത്യവിശ്വാസികളായ ആൾക്കാർ, അവരുമായി ബന്ധപ്പെട്ട് മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ അതും ഒരുപാടുണ്ട്. അതിൽ ഒന്ന്, സത്യവിശ്വാസികളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, സത്യവിശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രേരണ നൽകുന്നുണ്ട്, അവരെ ആദരിക്കുന്നുണ്ട്. അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, ഒരു സത്യവിശ്വാസിയെ പറ്റി പറഞ്ഞതാണ്, ജിബ്രീലിനോട് അള്ളാഹു പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, അല്ലയോ ജിബ്രീൽ, ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, താങ്കളും അവനെ ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളും ആകാശ ലോകത്തുകളൊക്കെ ജീവിക്കുന്ന മലക്കളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ മൂമിനായി ജീവിച്ചാൽ, അവൻ വീട്ടിലാണെങ്കിലും അങ്ങാടികളിലാണെങ്കിലും എവിടെയാണെങ്കിലും, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നിരീക്ഷിക്കാൻ അള്ളാഹുവിന് പുറമെ അള്ളാഹ് തന്നെ അവന്റെ പല ഹിക്മത്തുകൾ കൊണ്ടും ഇങ്ങനെയുള്ള സൃഷ്ടികളെ അവൻ സംവിധാനിച്ചിരിക്കുകയാണ്. അപ്പൊ ജിബ്രീൽ അതോടുകൂടി, അള്ളാഹ് പറയുന്നതോടുകൂടി ആ മനുഷ്യനെ ഇഷ്ടപ്പെടും.
എന്നിട്ട് മറ്റുള്ള മലക്കുകളോട് ആകാശലോകത്ത് വെച്ച് ജിബ്രീൽ പറയും, ഇന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക. അപ്പൊ ഫയുഹിബ്ബുഹു അഹ്ലുസ്സമ, ആകാശത്തിലുള്ള എല്ലാ മലക്കുകളും, അപ്പൊ എത്രയാണ് ആകാശലോകത്തുള്ള മലക്കുകൾ, നമുക്കത് അതൊന്നും ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അവരുടെ എണ്ണം റബ്ബിന് മാത്രമേ അറിയുള്ളൂ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ സൈന്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത്രയേറെ ഇന്ന് ലോകത്ത് എത്ര ജിന്നുകളും മനുഷ്യരുണ്ട്, അതിനേക്കാളൊക്കെ മലക്കുകളുടെ എണ്ണമുണ്ട് എന്ന് നമുക്കറിയാം. ആ മലക്കുകൾ മുഴുവനും അവനെ ഇഷ്ടപ്പെടും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, ആകാശലോകം അവനെ ഇഷ്ടപ്പെട്ടാൽ ഭൂമിയിലും അവന് സ്വീകാര്യതയും സ്നേഹവും അള്ളാഹ് സ്ഥാപിച്ചു കൊടുക്കും എന്നാണ് ഇവിടെ ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ സത്യവിശ്വാസികളെ മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതും പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന 8 മലക്കുകളെ പറ്റി പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവര് പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ഗാഫിറിൽ ഇങ്ങനെ കാണാം, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അർശ് വഹിക്കുന്നവരും പിന്നെ ആ അർശിന് ചുറ്റുമുള്ളവരും. അപ്പോ മലക്കുകൾ ധാരാളം, അർശ് വഹിക്കുന്നവർ മാത്രമല്ല, അവരൊക്കെ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്, അവനെ സ്തുതിക്കുന്നുണ്ട്. വയുമിനൂന ബി, അവനിൽ വിശ്വസിക്കുന്നുണ്ട്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി അവര് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ചും അർശിനെ വഹിക്കുന്ന മലക്കുകളൊക്കെ അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട മലക്കുകളാണ്. അവരെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അവരുടെ മേൽ സ്വലാത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അവരുടെ മേൽ സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. അത് പല സന്ദർഭങ്ങളിൽ ആ സ്വലാത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അൽ മലായികത്തു തുസല്ലി അലാ അഹദിക്കും മാ ദാമ ഫി മുസല്ലാഹു അല്ലദി സ്വല്ലാ ഫീഹി, മലക്കുകൾ നിങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടി സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കും. അഥവാ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണം, നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടണം, അതിനുവേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെ? മാദാമ ഫി മുസല്ലാഹു അല്ലദി സ്വല്ലാ ഫീഹി, അവൻ നമസ്കരിച്ച ആ മുസല്ലയിൽ അവൻ നിൽക്കുന്നിടത്തോളം സമയം. അപ്പോൾ പള്ളിയിലാണെങ്കിൽ നമ്മൾ അവിടെ നമസ്കാരത്തിന് ചെന്നത് മുതൽ അവിടുന്ന് എപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് അതുവരെ, മാലം യുഹ്ദിസ്, അവന്റെ ആ വളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ നിരന്തരമായി അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹു നീ അവന് പുറത്തു കൊടുക്കണമേ, അവനോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന അല്ലദീന യസിലൂന സുഫൂഫ്, സഫുകൾ ചേർക്കുന്നവരെ അവരുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെയ്യും. അള്ളാഹു സ്വലാത്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ അനുഗ്രഹിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മലായിക്കത്താവും, അതുപോലെ അവന്റെ മലക്കുകളും, അതായത് മലക്കുകൾ അവർക്ക് അനുഗ്രഹം ഉണ്ടാവണം, ബർക്കത്തുണ്ടാവണം, അവരോട് കാരുണ്യം കാണിക്കണം എന്നതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇതെന്താ? സൊഫുകൾ ചേർക്കുന്നവർ. അപ്പോൾ സൊഫുകൾ അടുത്ത് നിൽക്കണം, സൊഫിൽ ഒരു വിടവ് വന്നാൽ അത് പൂർത്തീകരിക്കുക, ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ലോകം, മലക്കുകളുടെ ലോകം പ്രാർത്ഥിക്കും. അതുപോലെ മലക്കുകൾ അവരെ പ്രതിസന്ധിന്റെ സമയത്തിൽ ഉറപ്പിച്ചു നിർത്തും. ശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക, നിന്റെ റബ്ബ് മലക്കുകൾക്ക് വഹി കൊടുത്ത സന്ദർഭം ഓർക്കുക. അന്നീ മഴക്കു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മലക്കുകളോട് അള്ളാഹു പറഞ്ഞു,
ഇപ്പൊ സബ്ബിത്തുല്ലദീന ആമനു, നിങ്ങൾ എന്ത് ചെയ്യണം? സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ ഉറപ്പിച്ചു നിർത്തലും അവരെ സഹായിക്കലും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബദർ യുദ്ധത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഇത്തസ്തഗീസുന റബ്ബക്കും വസ്തജാബലക്കും, അപ്പൊ അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെ വരുന്ന 1000 മലക്കുകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ അവരെ മനസ്സിന് ധൈര്യം കൊടുക്കാനും അവരെ സഹായിക്കാൻ പോലും അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തെല്ലാം മേഖല, അത് ഇത്ര മലക്കുകളാണ്. ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് മലക്കുകളെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരു ലോകമുണ്ട് ഇത് നമ്മൾ അറിയുമ്പോൾ അവരുടെ മുമ്പിൽ തിന്മ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഇൽമിന്റെ സദസ്സിലാണ് അള്ളാഹുവിന്റെ ദീന് പറയണം. ഇവിടൊക്കെ നമ്മൾ വ്യത്യസ്ത പ്രദേശത്തു നിന്നാണെങ്കിലും ഇൽമിയായ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൽമിയായ സദസ്സ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര മനുഷ്യരുണ്ടോ അതിനേക്കാൾ ഒരുപക്ഷെ മലക്കുകളായിരിക്കും ഉണ്ടാവുക. അവര് വരും. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ, ഏത് ഭവനമാണെങ്കിലും അവിടെ ആരെങ്കിലും സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ, യത്ലൂന കിതാബ്, അള്ളാഹുവിന്റെ കിതാബ് ഓതിക്കൊണ്ട്, യതദാറസൂനഹു ബൈനഹും, അത് അവരിങ്ങനെ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹിം അസ്സക്കീന, അവരുടെ മേൽ ശാന്തത ഇറങ്ങും. ഓഷിയത്തുഹും റഹ്മ, റഹ്മത്ത് അവരെ പൊതിയും. വഹഫത്തുഹും അൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യും. ഇതൊന്നും ഏകവചനായിട്ടല്ലല്ലോ പറഞ്ഞു, ധാരാളം മലക്കുകൾ ആ സദസ്സിൽ ഉണ്ടാകും. അപ്പൊ അവര് സത്യവിശ്വാസികളുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടും അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ മോമിനീങ്ങളുടെ പിന്നാലെ മലക്കുകൾ ഉണ്ടാകും. ഇതൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ടീമുകളായി വരുന്നതുമാവും. സുബൈന്റെ സമയത്താണെങ്കിൽ ഒരു പ്രത്യേക ടീം ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അസറിന്റെ സമയത്തും പ്രത്യേകം വരുന്നു. സാധാരണ വരുന്നതിന് പുറമെ സുബഹിക്ക് അവര് നിസ്കരിക്കുന്നതും മറ്റൊക്കെ നിരീക്ഷിക്കാനും അവരുടെ പാരായണം ശ്രദ്ധിക്കാനും പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട് അവർ ചെയ്യണം അതൊക്കെ റിപ്പോർട്ട് കൊടുക്കാൻ അതുമായി അവർ കയറിപ്പോവും. പിന്നെ അസറിന്റെ സമയത്ത് വരുന്ന വേറെ കൂട്ടർ, അപ്പൊ രാത്രി വരുന്നവർ, അതുപോലെ രാവിലെ വരുന്നവർ, അവരൊക്കെ സന്ധിക്കുന്ന സമയം സുബഹി നമസ്കാരത്തിന്റെ സമയവും അസർ നമസ്കാരത്തിന്റെ സമയവുമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഡ്യൂട്ടി എന്താണ്? സത്യവിശ്വാസികൾ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുക, അവരെ പരിഗണിക്കുക, അവർ ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങളാണ്. ഇനി വെള്ളിയാഴ്ച വന്ന അതിന് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ വരും, അവർ വാതിൽക്കലിരിക്കും പള്ളിയുടെ. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വരുന്നവരെ എഴുതും, പിന്നെ വന്നവരാരാണ് അവരെ എഴുതും, അതൊക്കെ എഴുതി വെക്കും. അതിനൊക്കെ അവർക്ക് പ്രത്യേകം പ്രതിഫലമായിരിക്കും ആദ്യം വരുന്നവർക്കുള്ളത്. അപ്പൊ ആദ്യം വരുന്നവന് ഒരു ഒട്ടകം ദാനം ചെയ്തതുപോലെ, ഒട്ടകത്തെ അറുത്തിട്ട് ദാനം ചെയ്തതുപോലെ, അതുപോലെ രണ്ടാമത് വരുന്നവന് പശുവിനെ അറുത്തിട്ട് ബലിയറുത്തവനെ പോലെ, മൂന്നാമൻ ഒരു കബിശിന് ആടിനെ, 4 ഒരു കോഴിയെ, പിന്നെ ഉള്ളവൻ ഒരു മുട്ട റബ്ബിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെ. അങ്ങനെ ഇമാമ് മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അവരുടെ സുഹൂഫ് അടച്ചു വെക്കും. റെക്കോർഡ് ചെയ്യുന്ന അവരുടെ കയ്യിലുള്ള രേഖ അടച്ചു വെച്ചിട്ട് എന്നിട്ട് അവർ പോലും ചെയ്യുക. വസ്താമോ ദിക്ർ, ആ ദിക്ർ അവർ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യാം. അപ്പൊ ഇമാമിന്റെ ഹുതുബ ശ്രദ്ധിച്ച് കേൾക്കും. അപ്പൊ ഇമാമുകളും ഇതൊക്കെ ശ്രദ്ധിക്കും, അവർ ശ്രദ്ധിക്കും. മെമ്പറിൽ കയറി എന്തെങ്കിലും ഒന്നും അവർ പറയില്ല. മനുഷ്യർ മാത്രമല്ല അത് ശ്രദ്ധിക്കുന്നത്, ഒരുപക്ഷെ മനുഷ്യരെക്കാൾ അദ്ദേഹത്തിന്റെ ഹുതുബ ശ്രദ്ധിക്കുന്നത് അവിടെ ഹാജരായ മലക്കുകളായിരിക്കും.
അപ്പൊ ഇതൊക്കെ സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആമീൻ പറയാനും മലക്കുകളുണ്ട് അവിടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ആവശ്യപ്പെടുന്നതാണല്ലോ ആമീൻ എന്ന് പറയുന്നത്. അപ്പോ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ രണ്ട് സ്ഥലം, അതിലൊന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മലക്ക് എന്ത് ചെയ്യും? അതുപോലെ നിനക്കും ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന്. നമ്മൾ മറ്റുള്ളവനത് നന്മ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ അതുപോലെയുള്ള നന്മ നിനക്കും ഉണ്ടാവട്ടെ. മാത്രമല്ല ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. മറ്റുള്ളവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് മുസ്തജാബത്താണ്, ഉത്തരം കിട്ടുന്നതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു മലക്കുണ്ടാകും. ആ മലക്ക് വലക്ക ബിമിസിൽ, അതുപോലെ നിനക്കും ഉണ്ടാവട്ടെ. ആ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് ആമീൻ പറയും, എന്നിട്ട് നിനക്കും ഉണ്ടാവട്ടെ. ഇതുപോലെ ഇമാം നമസ്കരിക്കുമ്പോൾ വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ പറയും. അവിടെ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. നമ്മുടെ ഈ മലക്കുകളുടെ ആമീൻ സന്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങ് നോക്കിയാൽ അതിന് അനേകമുണ്ട്. അവസാനം നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിലും മലക്കുകൾ ധാരാളം വരും. എന്നിട്ട് അവരെ സന്തോഷ വാർത്ത അറിയിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട, അതുപോലെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. അപ്പൊ ഇത് മലക്കുകളെ പറ്റി മൊത്തത്തിൽ ഞാൻ പറഞ്ഞ വിഷയമാണ്. ഇനി നമ്മുടെ ഭവനവുമായി ബന്ധപ്പെട്ടാൽ ഏത് സന്ദർഭത്തിലും മലക്കുകൾ നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് മൊത്തത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി മലക്കുകൾ നമ്മുടെ വീടിന് അനുഗ്രഹമായി വരുന്നത്, അതായത് ഈ ദീനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മൊത്തത്തിലുള്ള ഗുണമാണ്. നമ്മുടെ വീടാണെങ്കിലും അല്ലാത്തതൊക്കെ ആണെങ്കിലും ഏതാണെങ്കിലും. ഇനി വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടത് റഹ്മത്തിന്റെ മലക്കുകൾ പലരുണ്ടല്ലോ. നമ്മുടെ നന്മ എഴുതി വെക്കാൻ നമ്മുടെ വലതു ഭാഗത്തൊരു മലക്ക്, തിന്മകൾ എഴുതുന്നത് ഇടതു ഭാഗത്തൊരു മലക്ക്, പിന്നെ നമ്മുടെ സംരക്ഷണ ചുമതലയുമായുള്ള മലക്കുകൾ അത് വേറെ. പിന്നെ അവിടെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി തന്നെ ഇപ്പൊ എത്ര മലക്കുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ നമ്മുടെ ചുറ്റിപ്പറ്റിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബോധമുള്ള മനുഷ്യൻ അവന്റെ വീട്ടിൽ ജീവിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആള് അവൻ നല്ലവനായിരിക്കും. അതുകൊണ്ട് തന്നെ വീടുകളിൽ മലക്കുകളുടെ സാന്നിധ്യം ധാരാളം ഉണ്ടാകും. അത് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ വീടുകളിൽ വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. പ്രത്യേകിച്ചും പിന്നെ സൂറത്തുൽ ബഖറ, എങ്കിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. ധാരാളം മലക്കുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വീടുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവര്, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, അവിടെ പിശാച് വരില്ല. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ പിശാച് അവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കണം. കാരണം ഒരു മനുഷ്യന്റെ നമസ്കാരം എന്ന് പറയുന്നത് അവൻ നിർബന്ധമാണ്. ഇപ്പൊ പുരുഷന്മാർക്ക് 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കല് അത് നിർബന്ധമാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാർ നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത്. പിന്നെ അവന് പങ്കെടുക്കാൻ പറ്റാത്ത വല്ല ഉദൂറും ഒഴികഴിവൊക്കെ ഉണ്ടെങ്കിൽ ഒഴികെ. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. അപ്പൊ ആ കാര്യം നബി തിരുമേനി പറഞ്ഞത് ഇങ്ങനെ, എല്ലാ തജിയാലും ബുയൂത്തക്കും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. അപ്പൊ രണ്ട് കാര്യം അവിടെ കിട്ടും. വീടുകളെ ഖബറുകളാക്കരുത് എന്ന് പറയുമ്പോൾ ഖബറിനടുത്ത് നിസ്കരിക്കാൻ പാടില്ല. ഖബറുള്ള പള്ളി അതൊന്നും ഇസ്ലാം
പിന്നെ സമ്മതിക്കുന്ന വിഷയമല്ല. നമ്മുടെയൊക്കെ നാട്ടില് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ മക്കബറ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. അത് ഒരു നിയമം, അത് ഇതിൽ നിന്ന് കിട്ടും. കാരണം വീടുകൾ ഖബറാക്കരുത്. കാരണം ഖബറിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ നമസ്കരിക്കണം, വീട്ടിൽ നമസ്കരിക്കണം. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ വീട്ടിൽ നമസ്കരിക്കണം. എന്നാൽ ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്ത് അല്ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ, ഈ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനെ തെറ്റിക്കുന്നതിൽ പിശാചിന് വലിയ പങ്കുണ്ട്. ആ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള വഴിയാണ് വീട്ടിൽ വെച്ചിട്ട് നമസ്കാരം നിർവഹിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലുക അത് നിസ്സാരമായ വിഷയമല്ല. ഏത് കാര്യത്തിനും നമ്മൾ ബസ്മലത്ത് കൊണ്ട് തുടങ്ങുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈത്തഹു, ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ പ്രവേശിക്കുന്നു, ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലി, അവന് വീട്ടിൽ പ്രവേശിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നു, വഇൻദ ത്വആമി, ഭക്ഷണം കഴിക്കുമ്പോഴും. അപ്പൊ ഷെയ്ത്താൻ പറയും, ലാ മബീത ലക്കും, ഇന്ന് രാത്രി നമുക്കിവിടെ കൂടാൻ പറ്റില്ല. വലാഴ്ച ഇന്നിവിടെ ഭക്ഷണവുമില്ല. ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മലക്കുകൾ പൊതിയലും പിശാചിന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കലും, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിയമത്ത്. അതിനുള്ള വഴികളോ വളരെ നിസ്സാരമായ കാര്യങ്ങൾ എന്ന് പറയാവുന്ന വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന വിഷയം. പിന്നെ പിശാചിനെ അകറ്റാൻ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു വഴിയാണ്, നമ്മളെപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കാതെ എന്ത് ചെയ്യണം? നല്ലവരുടെ കൂടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെയാണ് ചെന്നായ തിന്നുക എന്ന നല്ലൊരു പ്രയോഗത്തിലൂടെയാണ് നബി തിരുമേനി എന്ന് പറഞ്ഞത്. കൂട്ടം തെറ്റി നിന്നാൽ. അപ്പൊ എപ്പോഴും നമ്മൾ സത്യത്തിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവരെ കൂടെ നിൽക്കണം. നബി തിരുമേനി പറഞ്ഞു, അലൈക്കും ബിൽ ജമാ വയ്യാക്കും വൽ ഫുർഖ, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ. അതെന്താണോ അള്ളാഹുവിന്റെ കിതാബും റസൂൽ തിരുമേനിയുടെ സുന്നത്തും പൂർവികർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നത്, അവർക്കാണ് അൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജമാഅത്തിനെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവരെ കൂടെ പോകണം. വേറിട്ട് നിൽക്കരുത്. വേറിട്ട് നിൽക്കുന്നത് ഭയപ്പെടണം. വേറിട്ട് നിൽക്കുന്നവരെ പിശാചിനെ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മലക്കുകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ നമസ്കാരത്തിന്റെ കേന്ദ്രമാവണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. എന്നാൽ അത് പിശാചിനെ അകറ്റാനും മലക്കുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ആകർഷിക്കാനും പറ്റുന്ന വിഷയമാണ് എന്ന് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ വീടുകളിൽ വിലക്കപ്പെട്ടത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവിടേക്കൊക്കെ ഈ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരില്ല. അപ്പൊ അതിൽപ്പെട്ട ചിലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഒന്ന്, ചില പ്രതിരൂപങ്ങൾ, ചിത്രങ്ങൾ. ചില വീടുകളിലൊക്കെ അവരുടെ ചുമരുകളിലൊക്കെ ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. റഹ്മത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് വരില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഗുണമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ, നമുക്ക് റഹ്മത്തിന് വേണ്ടി ദുആ നടത്തുന്ന മലക്കുകൾ. അപ്പൊ അവര് വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ചിത്രങ്ങളുണ്ട്. അപ്പോ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പുസ്തകങ്ങളിൽ, വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ചിത്രങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ. അതുപോലെ നമ്മൾ വാങ്ങുന്ന പത്രങ്ങളിൽ. അപ്പൊ അവിടെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത്, അതൊക്കെ നമ്മൾ മറച്ചു വെക്കണം. അതങ്ങനെ തുറന്നിങ്ങനെ ഇടുകയല്ല വേണ്ടത്. നമുക്ക് നിർബന്ധമായും ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന നിലക്ക് പറയുകയാണെങ്കിൽ ആ ചിത്രങ്ങൾ പോലും നിങ്ങൾ മറച്ചു വെക്കണം. അതൊക്കെ തുറന്നിങ്ങനെ വെക്കണ്ട എന്ന്
ആ വിഷയത്തിലെ ഉലമാക്കൾ നമ്മളോട് വസിയത്ത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ റൂഹുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളാണ് പറഞ്ഞത്. ജീവനുള്ള മരങ്ങളോ അതുപോലെ ഈ ലോകത്തുള്ള മറ്റ് സൃഷ്ടിജാലങ്ങളുണ്ടല്ലോ, ജീവനില്ലാത്തത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്ന് പലതും റൂഹില്ലാത്തത്, അവരുടേതിനല്ല വിലക്കുള്ളത്. അതേസമയം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം അതുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. അല്ലെങ്കിൽ ഔഖിലാം, ഈ പട്ടികൾ, നായ്ക്കൾ വളർത്തുന്ന വിഷയം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നായകളെ, പട്ടികളെ വളർത്തരുത്. അതിൽ വൈരി ഹാജത്തി സ്വൈരി, വേട്ടയാടുന്ന ആവശ്യത്തിന് ഉള്ളതൊഴികെ. അതുപോലെ ഓൽ ഹിറാസ, ചിലപ്പോൾ നമ്മുടെ വീടിന് കാവൽ വേണ്ടി വരും. അത് അനിവാര്യമാണെന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഈ അനിവാര്യതകളൊന്നും ഇല്ലാതെ തന്നെ പട്ടികളെ വളർത്തുന്നവരെ നമുക്ക് കാണാം. പക്ഷെ അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യമല്ല. അതൊക്കെ റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ നിന്ന് പോകാൻ അതൊക്കെ ഇടയാക്കും. അപ്പൊ നമുക്ക് റഹ്മത്തിന്റെ മലക്കുകൾ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷം കിട്ടാൻ, എല്ലാ ഷെറിൽ നിന്നും രക്ഷപ്പെടാൻ നബി തിരുമേനി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് വളരെ നിഷ്പ്രയാസം നടപ്പിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. അതിലൊന്ന്, പിശാചിന്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാൻ ഒന്നാമതായി നമ്മൾ മുവാഹിദാവുക എന്നുള്ളതാണ്. തൗഹീദുള്ളവരെ, അവരെ പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ പിശാചിന് ബുദ്ധിമുട്ടാണ് നടത്തും. എന്നാലും അവരെ പിന്നാലെ പിശാച് നടക്കും. ഇതുപോലെ ഇഖ്ലാസ് ഉള്ളവരെ, മുഖ്ലിസ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെ വഴിപിഴപ്പിക്കാൻ പിശാചിന് തന്നെ പറ്റില്ല എന്ന് പിശാച് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇസ്സത്തികല ഓവി എന്നും മജുമൈൻ, അവരെല്ലാവരെയും ഞാൻ വഴിപിഴവിലാക്കും. എല്ലാ ഇബാദത്തും മിന്നും അൽ മുഖലസീൻ, ഇഖ്ലാസുള്ള നിന്റെ അടിമകൾ ഒഴികെ. അപ്പൊ അവരെ പഴപ്പിക്കാൻ പിശാചിന് കഴിയില്ല എന്ന് പിശാച് പറഞ്ഞു. പിശാച് വലിയ കുതന്ത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ദുർബലമാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ കുതന്ത്രത്തിന് രക്ഷപ്പെടാൻ ഒന്ന് ഇസ്തിയാദത്ത് നടത്തുക, ഫസ്തഈദ് ബില്ലാ, അള്ളാഹുവിനോട് അഭയം തേടുക. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസഗുൻ ഫസ്തഈദ് ബില്ലാ, പിശാചിന്റെ വല്ല ദുർബോധനം അനുഭവപ്പെട്ട അള്ളാഹിനോട് തേടുക, അഭയം തേടുക, എന്നാൽ അതിൽ രക്ഷയായി. പിന്നെ നമ്മൾ ആയത്തുൽ കുർസി ഓതുക. ഒരു ദിവസം ഏകദേശം 8 പ്രാവശ്യം നമുക്ക് ആയത്തുൽ കുർസി ഓതാൻ ഷറയിൽ കാണാൻ കഴിയും. നമുക്ക് 8 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കാരം കഴിഞ്ഞാൽ തന്നെ, ഓരോ നമസ്കാരം കഴിഞ്ഞാലും നമ്മൾ ആയത്തുൽ കുർസി ഓതുക. നമസ്കാരം കഴിഞ്ഞ ദിക്റുകളോ കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതുക. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവന് സ്വർഗപ്രവേശനത്തിന്റെ ഇടയിലുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയേറെ ആയത്തുൽ കുർസിക്ക് പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ആയത്തുൽ കുർസി ഓതുക. ഉറങ്ങുന്നതിന്റെ മുമ്പ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി ഓതിയാൽ അതിന്റെ ഗുണം പറഞ്ഞത്, നിനക്ക് ഒരു സംരക്ഷകനെ അള്ളാഹ് ഏർപ്പാട് ചെയ്യും. പിന്നെ വലാ യഖ്റബുക ശൈത്താൻ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ പിന്നെ പിശാച് നിന്റെ അടുത്തേക്ക് സമീപിക്കുകയില്ല. മറ്റൊന്ന്, മുഅവ്വിദത്തൈനി ഓതുക. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ എന്താ? അതിലെ കൂട്ടത്തിൽ സൂറത്തുൽ ഇഖ്ലാസും. അപ്പൊ ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അത് രാവിലെയും 3 വട്ടം, വൈകുന്നേരവും 3 പ്രാവശ്യം. അങ്ങനെ ഓതിയാൽ അത് യക്ഫീക മിൻ കുല്ലി ഷർ, എല്ലാ ഷെറിനും അത് തന്നെ മതി. അപ്പൊ എല്ലാ ഷെറും നമുക്ക് വരാതിരിക്കാൻ ചെയ്യാവുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. അത് തക്ഫീക മിൻ കുല്ലി ഷൈ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്, അത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി മാത്രം ഒരു മലക്ക് ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി നബി തിരുമേനി
നബി തിരുമേനോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞത്, ഈ മലക്ക് ആദ്യമായിട്ട് വരികയാണ്. ഒരു മലക്ക്, ആ മലക്ക് വന്ന് നബിയോട് പറഞ്ഞു, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അത് വേറെ ആർക്കും കിട്ടാത്ത, നിങ്ങൾക്ക് മാത്രം കിട്ടിയ രണ്ട് പ്രകാശമാണ്. അതിലൊന്ന് ഫാത്തിഹ സൂറത്തും മറ്റൊന്ന് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തും ആമന റസൂലു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ രണ്ട് വചനങ്ങൾ. അപ്പൊ ഇതാരെങ്കിലും ഓതിയാൽ, മൻ ഖറാബിൽ ആയത്തേനി മിൻ ആഖിരി സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറയിലെ രണ്ടായത്ത് ഫീ ലൈലത്തിൻ രാത്രി, നമ്മൾ വീട്ടിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യുന്ന കഫത്താവും, അത് തന്നെ അവന് മതി എന്ന് പറഞ്ഞ എല്ലാ ഷെറിനും സംരക്ഷണമായി അത് അവന് മതി. അപ്പൊ ആ വിശുദ്ധ ഖുർആന്റെ മഹത്വം അതിൽ നിന്ന് കിട്ടും. അതേസമയം സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തിന്റെ വലിപ്പം എത്രയാണ്, അതിനുള്ള കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്, അതിനു വേണ്ടി മാത്രം ഒരു ആകാശത്തിന്റെ കവാടം തുറന്നിട്ടൊരു മലക്കിനെ നമ്മൾ പറഞ്ഞയച്ചു. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ പിശാചിന്റെ ഉപദ്രവമില്ലാതിരിക്കാൻ നമ്മോട് പറഞ്ഞ കാര്യം, അതിലൊക്കെ ദിക്ർ, അത് പിശാചിനെ ആട്ടിയൊടിക്കാൻ ഏറ്റവും നല്ല ആയുധമാണ്. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് 100 നന്മ എഴുതി വെക്കും, അയാളുടെ ജീവിതത്തിൽ നിന്ന് 100 തിന്മ ഇല്ലായ്മ ചെയ്യും. അതുപോലെ അയാൾക്ക് 10 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. പിന്നെ പറഞ്ഞത്, അതുപോലെ നന്മ ചെയ്ത വേറൊരാൾ ഇല്ല, അതുപോലെ ചെയ്തവനൊഴികെ. പിന്നെ പറഞ്ഞ, അന്ന് വൈകുന്നേരം വരെ അവൻ്റെ അടുത്ത് പിശാചി വരില്ല എന്നും പറഞ്ഞു. വൈകുന്നേരം അത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നവർ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നോക്കിയാൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട് നമുക്ക് നന്നാവാനും നമ്മുടെ വീടിന് ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കാനും അവിടെ നല്ല റഹ്മത്തിന്റെ മലക്കുകളുടെ ധാരാളം സാന്നിധ്യം ഉണ്ടാക്കാനും പിശാചിന്റെ സ്വാധീനം വീട്ടിൽ നിന്ന് ഒഴിവാകാനും നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ നബി തിരുമേനി പറഞ്ഞതിൽ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടുകൂടി തൽക്കാലം ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു രണ്ട് കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സൗഹൃദ പ്രശ്നത്തിൽ നമ്മുടെ മൗലവി പറഞ്ഞല്ലോ, അപ്പൊ എന്നും നടക്കുന്ന നമ്മുടെ അസ്ലം ഉസ്താദിന്റെ തജ്വീദ് ക്ലാസ് അത് നിങ്ങൾ എല്ലാവരും മനസ്സിൽ വേണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്നല്ല ഓതല്, അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്, തജ്വീദുണ്ട്, നിയമങ്ങളുണ്ട്, ഓരോ അക്ഷരത്തും അതിന് ചില മഖ്റജുകളുണ്ട്. ഇതൊക്കെ പാലിച്ച് വേണ്ട വിധം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനെ പരിഗണിക്കലും പിന്നെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനും മറ്റുള്ള അനേകം അനുഗ്രഹങ്ങളുടെ കാരണമായി മാറും. പിന്നെ അബ്ദുസ്സലാം സലാഹിയുടെ ഖുർആൻ ക്ലാസ് എല്ലാ ശനിയാഴ്ചയും നടക്കുന്നതാണ്. അതൊക്കെ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ അപൂർവം കിട്ടുന്ന ചില സന്ദർഭങ്ങളാണ്, കുറച്ച് സമയങ്ങളായിരിക്കുമല്ലോ അതൊക്കെ ഉണ്ടാവുക. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നാമയൊക്കെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.